നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത, നമ്മുടെ ഈ നാട്ടിലെ സ്ത്രീകൾ വളരെ ശക്തരാണ്, വളരെ ശക്തരാണ്. ഈ പുരുഷന്മാർക്കില്ലാത്ത ശക്തി അവർക്കുണ്ട്. കാരണം പല വീടുകളിലും പുരുഷന്മാരിങ്ങനെ പുരുഷന്മാരെല്ലാം മോശക്കെട്ട് തന്നെ പറയുന്നത്. ചില വീടുകളിലെങ്കിലും വീടൊന്നും നോക്കാതെ കറങ്ങി നടക്കുന്ന അച്ഛന്മാരുണ്ട്. പക്ഷെ ഈ അമ്മ, നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, അമ്മ എങ്ങനെയെങ്കിലും എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കും. അവരെ നല്ല നിലയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മമാരുടെ ത്യാഗം നമുക്ക് എത്ര പറഞ്ഞാലും തീരുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അമ്മമാർ വളരെ സ്പെഷ്യലാണ്, വളരെ പ്രത്യേകതയുള്ള അമ്മമാരാണ്. അവർക്ക് നടക്കുന്ന ഡോക്ടർ പലപ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞു ഡോക്ടർ അമ്മയെ പറ്റി സംസാരിച്ചപ്പോൾ. കാരണം എനിക്ക് എന്റെ അമ്മയെ പറ്റി ഓർമ്മ വന്നു. എന്റെ അമ്മയും ഇതുപോലെ ഒരു അമ്മയായിരുന്നു. അമ്മയുടെ മുമ്പിൽ തെറ്റുകാരനായി പോകരുത് എന്നുള്ളതായിരുന്നു ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എന്റെ ഒരു ആഗ്രഹം. എത്രയും വേഗം ഒരു ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ട് അമ്മയുടെ കയ്യിൽ മാസം തോറും കുറെ പൈസ കൊടുക്കണം. ഇതെന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതെനിക്ക് സാധിച്ചു, ശരിക്കും സാധിച്ചു. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ സാധിച്ചു. അമ്മ ക്യാൻസർ രോഗം വന്ന് മരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് എല്ലാ മാസവും ഞാൻ കിട്ടുന്ന ശമ്പളത്തിന്റെ മുക്കാലും കൊണ്ട് നമ്മുടെ കയ്യിൽ കൊടുക്കും. അത് അമ്മയുടെ അടുക്കൽ പലരും പല പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് വീട്ടിൽ വരും. അവർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതായിരുന്നു അമ്മയുടെ സന്തോഷം. അപ്പൊ അമ്മയുടെ സന്തോഷം ഇതാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അതിനേക്കാൾ സന്തോഷമായി. കാരണം അമ്മ മക്കളോട് സമ്പാദിക്കാൻ പറഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം പെരുമാറി നല്ല യോഗ്യരായിട്ടുള്ള കുട്ടികളായിട്ട് വളരണം എന്നാണ് അമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം. എന്ന് നേരിട്ട് പറയുക പോലും ചെയ്യില്ല. പക്ഷെ മക്കളെന്നുള്ള നിലയിൽ ഡോക്ടർ സുധാകരൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. മക്കളെന്നുള്ള നിലയിൽ നമ്മൾ അമ്മയോട് ജീവിതം മുഴുവനും കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അമ്മയോടാണ് എല്ലാം തുറന്നു പറയാൻ കഴിയുന്നത് എന്ന്. വളരെ സത്യമാണ്.